ബി ഗോപാലകൃഷ്ണന്റെ ഭ്രാന്തിന് ജനങ്ങൾ മറുപടി നൽകുമെന്നാണ് ഗുരുവായൂരിലെ LDF സ്ഥാനാർത്ഥി NK അക്ബർ പറഞ്ഞത്. ഗുരുവായൂർ മതനിരപേക്ഷ നാടാണ്. ഗോപാലകൃഷ്ണന്മാരോട് മതമല്ല ഗ്യാസാണ് ജനം ചോദിക്കുന്നത്. ഗുരുവായൂരിന് വേണ്ടി BJP ഒന്നും ചെയ്തിട്ടില്ല. ജയിച്ചിട്ട് നന്ദി പറയാൻ പോലും വരാത്ത ആളാണ് സുരേഷ് ഗോപി എന്നും NK അക്ബർ ന്യൂസ് 18നോട് പറഞ്ഞു. ശക്തമായ മത്സരം നടക്കുന്ന ഗുരുവായൂർ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി NK അക്ബറാണ് നമുക്കൊപ്പം ചേരുന്നത്. അദ്ദേഹത്തിനോട് തന്നെ മണ്ഡലത്തിലെ സാഹചര്യങ്ങൾ ചോദിക്കാം. അവസാന ലാപ്പിലേക്ക് കടന്നിരിക്കുകയാണ് പ്രചരണം. എത്രമാത്രം ആത്മവിശ്വാസത്തിലാണ്? ആത്മവിശ്വാസം ഓരോ നിമിഷവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. റെക്കോർഡ് ഭൂരിപക്ഷത്തിന് LDF വിജയിക്കും. അപ്പം തുടർച്ചയാണ് ഗുരുവായൂരിൽ. എന്തത്ര സംശയം? ഗുരുവായൂർ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ശക്തി കേന്ദ്രമാണ്. തിരിച്ചു പിടിക്കുമെന്നാണ് UDF പറയുന്നത്. തിരിച്ചെഴുതലാവും. അത് അവരുടെ പ്രവർത്തകർക്കും അവരുടെ നേതൃത്വം തന്നെ സമ്മതിച്ചിട്ടുണ്ടല്ലോ. വളരെ ദയനീയമായ പരാജയമാവും UDFന്. എന്താ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം? വികസനം തന്നെ. വികസനല്ലേ? വികസനം ചർച്ച ചെയ്യാതിരിക്കാനല്ലേ വിവാദങ്ങൾ ഉണ്ടാക്കണേ? വികസനമാണ്. എത്രയോ കാലമായി ഏറ്റവും പ്രയാസം അനുഭവിക്കുന്നതെന്നായിരുന്നു ഗുരുവായൂർ റെയിൽവേ മേൽപ്പാലം. സാധാരണ റെയിൽവേ മേൽപ്പാലം പണിയേണ്ടത് സെൻട്രൽ ഗവൺമെൻറ്റാണ്. ആ റെയിൽവേ മേൽപ്പാലം കിഫ്ബി ഫണ്ടിൽ അതിവേഗത്തിൽ നിർമ്മാണം പൂർത്തിയാക്കി നാടിന് സമർപ്പിച്ചു. എനിക്ക് 56 വയസ്സായി. 52 വർഷത്തെ പഴക്ക ഗുരുവായൂർ അഴുക്കുചാൽ പദ്ധതിക്ക്. അത് പൂർത്തീകരിച്ച് നാടിന് സമർപ്പിച്ചു. ഏറ്റവും വലിയ പൊതുമരാമത്ത് ഗസ്റ്റ് ഹൗസ് നിർമ്മിച്ചിട്ടുള്ളത് ഗുരുവായൂരിലാണ്. ഏറ്റവും കുറഞ്ഞ റേറ്റിൽ ആളുകൾ ഒന്ന് താമസിക്കാം. ചാവക്കാട് കോടതി സമുച്ചയം 32 കോടി രൂപ ചെലവഴിച്ച് ചാവക്കാട് കോടതി സമുച്ചയം പൂർത്തീകരിച്ച് നാടിന് സമർപ്പിച്ചു. 10.5 കോടി രൂപയുടെ ചാവക്കാട് താലൂക്ക് ആശുപത്രി അതിൻ്റെ പ്രവർത്തനം അന്തിമഘട്ടത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു. 3 ഷിഫ്റ്റാണ് ഡയാലിസിസ് ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ നടക്കുന്നത്. ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ 13ഓളം ഗവൺമെൻറ് സ്കൂളുകൾ വാടക കെട്ടിടത്തിലായിരുന്നു. ഇപ്പോൾ എല്ലാ സ്കൂളുകൾക്കും സ്വന്തം സ്ഥലമായി കെട്ടിടമാവുകയാണ്. ഉന്നത വിദ്യാഭ്യാസം പ്രയാസകരമായിരുന്ന ഇവിടെ കേരള ഫിഷറീസ് സർവകലാശാലയുടെ സബ് സെൻറ്റർ കഴിഞ്ഞ ഒരു മാസം മുമ്പാണ് ബഹുമാനപ്പെട്ട ഫിഷറീസ് വകുപ്പ് മന്ത്രി നാടിന് സമർപ്പിച്ചത്. കാലവർഷക്കെടുതിയും വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായാൽ ആളുകൾ സ്കൂളുകളിലാണ് താമസിപ്പിച്ചിരുന്നത്. അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഷെൽട്ടർ ഇതിൻ്റെ തൊട്ടടുത്താണ് പണി പൂർത്തിയാക്കിയത്. അഞ്ചങ്ങാടി വളവിലെ കടൽഭിത്തി നിർമ്മാണം പൂർത്തിയാക്കി ആ പ്രശ്നങ്ങൾ അവസാനിപ്പിച്ചു. 95% റോഡുകളെല്ലാം BMBC നിലവാരത്തിലേക്ക് ഉയർന്നു. ഞാൻ അങ്ങനെ പറയാൻ നിന്ന പിന്നെ വേറെ ഒന്നും പറയാണ്ടാവില്ല. അല്ല, ഈ വികസനമാണെന്ന് പറയുമ്പോൾ പോലും അതായത് ഗോപാലകൃഷ്ണനോട് ജാതിയല്ല മതമല്ല ഗ്യാസാണ് ജനം ചോദിക്കുന്നത് എന്നാണ് LDF സ്ഥാനാർത്ഥിയുടെ പ്രതി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.